ഗൈസ് ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു പെൻസിലും സ്കെയിലും എടുത്തതിന് ശേഷം ഒരു ലൈൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ക്രോസ് ആയിട്ടാണ് വരക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ക്രോസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ലൈന് കാണാൻ പറ്റത്തില്ല, എന്നാലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്, ഇവിടെ ആയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ രണ്ട് സ്ഥലത്തും നമുക്കിനി കാലിഗ്രാഫി അറിയുന്നവർക്ക് കാലിഗ്രാഫിയിൽ എഴുതാം, അല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ എഴുതാം. ഞാനിപ്പോൾ ബ്ലാക്ക് ബ്രഷ് പെന്ന് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ ബ്രഷ് പെന്ന്. അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇങ്ങനെ ഞാനിപ്പോൾ എഴുതുന്നത് സ്വീറ്റ് ഹോം എന്നാണ് എഴുതാൻ പോകുന്നത്. നമുക്ക് കാലിഗ്രാഫിയിൽ എഴുതി കൊടുക്കാം. എനിക്ക് കാലിഗ്രാഫി അറിയാം കേട്ടോ. ഇപ്പോൾ ഞാൻ SW എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് EET കൂടി എഴുതണം. സ്വീറ്റിന് ഇതോടൊപ്പം തന്നെ സ്വീറ്റിന് എഴുതിയിട്ടുണ്ട്. ഇനി ഹോമും കൂടി എഴുതണം. ഇപ്പം ഞാൻ സ്വീറ്റ് ഹോം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ വരയ്ക്കാം, പക്ഷെ ഞാൻ വരയ്ക്കുന്നില്ല, കാരണം മാർജിൻ വരച്ച് കഴിഞ്ഞാൽ ബോറായിരിക്കും. ഇപ്പം തന്നെ കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്യാം, ബ്രഷ് പെന്നുള്ളവർക്ക്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.